നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടൽ യുദ്ധക്കളമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ പോക്ക്. അതായത് യുദ്ധക്കളം അതിന്റെ സ്ഥാനം കടലിലേക്ക് മാറ്റിയതോടുകൂടി ലോകരാജ്യങ്ങളെ മുഴുവൻ വെട്ടിലാക്കുന്ന നടപടിയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയെ സമ്മർദ്ദം ചെലുത്തി ഈ യുദ്ധക്കളത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ഈ യുദ്ധം കടലിലേക്ക് ഇപ്പോൾ ഇറാൻ വ്യാപിപ്പിക്കുന്നത്. അതായത് ചെങ്കടലിൽ ഹൂതികളെ ഇറക്കി അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുകയാണ് അമേരിക്ക പുറത്തിറക്കുന്ന പുതിയ പ്ലാൻ. അതിനോടൊപ്പം തന്നെ ഹോർമുസിൽ പിടിമുറുക്കിക്കൊണ്ട് അവിടെ മോസ്കിറ്റോ ഫ്ലീറ്റുകളെ ഇരച്ചിറക്കി വിട്ടിരിക്കുകയാണ്. അതായത് കടലുകൾ പ്രത്യേകിച്ച് ചെങ്കടലും ഹോർമുസും വരുതിയിലാക്കിക്കൊണ്ട് തങ്ങളുടെ കാൽ ചുവട്ടിലാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങളെ മുഴുവൻ തങ്ങളുടെ കാൽ ചുവട്ടിൽ കൊണ്ടിടുന്ന ഒരു പദ്ധതിയാണ് ഇറാൻ പുറത്തെടുക്കുന്നത്. ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തണം, യുദ്ധത്തിൽ നിന്ന് പിന്മാറണം, ഹോർമുസും ചെങ്കടലും സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് എത്തണം എന്നൊക്കെ. എന്നാൽ ഇറാൻ എന്താണോ പദ്ധതി ഇടുന്നത് ആ പദ്ധതിയുടെ തലപിളർക്കുന്ന അടി ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ പെന്റഗൺ കൊടുത്തിരിക്കുന്നത്. കടലുകളിൽ ഇറാൻ പുറത്തെടുക്കുന്ന ഈ പ്ലാൻ ഉണ്ടല്ലോ, അത് ഇറാന്റെ തന്നെ സർവനാശത്തിലായിരിക്കും കലാശിക്കുക എന്നാണ് ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ചെങ്കടലിൽ ഭീകരവാദം നടത്തുകയാണ് ഇറാൻ. ഹൂതികളെ ഇറക്കിയിരിക്കുന്നത് കപ്പലുകൾ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കുക, അതാണ് ഹൂതികളുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് സൗദിയുടെ എണ്ണക്കപ്പലുകൾ ആക്രമിച്ച് അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുക, ഈ ഒരു നീക്കത്തിലേക്കാണ് ഹൂതികൾ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ചെങ്കടലിൽ ഹൂതികൾ ഇറങ്ങി ഇപ്പോൾ നടത്തുന്ന നീക്കം അത് പ്രത്യേകിച്ച് യമനിലെ ഹൂതി വിമതരെ മുച്ചൂടും തീർക്കുന്നതിലേക്കായിരിക്കും എത്തിക്കുക എന്ന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഹോർമുസിൽ കൊതുകുപടയെ ഇറക്കി വിട്ടിരിക്കുകയാണ് അമേരിക്ക. ഇപ്പോൾ ഹോർമുസിൽ അമേരിക്കയുടെ പടക്കപ്പലുകളാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. പടക്കപ്പലുകൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പടക്കപ്പലുകളുടെ റഡാറിൽ പോലും പെടാതെ കൊതുക് പട, ഈ മോസ്കിറ്റോ ഫ്ലീറ്റുകൾ പല മേഖലയിലൂടെ കടന്നു കയറിയാണ് ഈ കപ്പലുകൾ, മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കുന്നത്. ആക്രമണം നടത്തി ഇത് പൊടുന്നനെ അപ്രത്യക്ഷമാകുകയാണ്. ഈ മോസ്കിറ്റോ ഫ്ലീറ്റ് ഒരു വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഇത് ഹോർമുസിന്റെ മറ്റ് മലമടക്കുകളിലൊക്കെയാണ് ഈ മോസ്കിറ്റോ ഫ്ലീറ്റുകൾ പിന്നെ പോയി ഒളിക്കുന്നത്. അവിടെ കയറി ഇതിനെ കണ്ടെത്തി നശിപ്പിക്കുക അത്ര എളുപ്പമല്ല. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മുൻപിൽ വെറും ഉറുമ്പിന്റെ വലിപ്പം മാത്രമാണ് ഈ മോസ്കിറ്റോ ഫ്ലീറ്റുകൾക്കുള്ളത്. എന്നാൽ ഇവ അപകടകാരികളാണ്. വലിയ കപ്പലുകൾക്ക് ഇതിനെ കണ്ടെത്താൻ കഴിയില്ല. ഹോർമുസ് കടലിടുക്കിൽ മിന്നൽ ആക്രമണങ്ങൾ നടത്താനും വലിയ കപ്പലുകളെ കൂട്ടമായി വളഞ്ഞു നിന്ന് പ്രതിരോധിക്കാനും ഈ മോസ്കിറ്റോ ഫ്ലീറ്റുകളെയാണ് ഇറാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒന്നിച്ച് വളഞ്ഞു നിന്ന് വലിയ കപ്പലുകളെയും പടക്കപ്പലുകളെയും ആക്രമിക്കുന്ന രീതിയാണ് കൊതുക് പടയ്ക്കുള്ളത്. വലിയ യുദ്ധക്കപ്പലുകളെ അപേക്ഷിച്ച് നിർമ്മാണ ചെലവ് വളരെ കുറവാണെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ചെറു ബോട്ടുകൾക്ക് സാധിക്കും. ഇതോടുകൂടി ചെങ്കടലിലും ഹോർമുസിലും തീക്കളിയാണ് ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. അതായത് ഈ കടൽ പാതകളിൽ തീവ്രവാദം അഴിച്ചുവിടുകയാണ് ഇറാൻ ചെയ്യുന്നത്. ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്ന സംഭവ വികാസങ്ങളാണ് ഇന്ന് പുലർച്ചെ മധ്യപൂർവേഷ്യയിൽ അരങ്ങേറിയത്. ഇറാൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണത്തിന് ശ്രമിച്ചു. എന്നാൽ അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം ആ ആക്രമണം തടഞ്ഞുവെന്നാണ് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ജോർദാനും തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് വന്ന മിസൈലുകൾ തടഞ്ഞിട്ടുണ്ട്. ഇതോടെ മധ്യപൂർവേഷ്യയിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതീവ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. അമേരിക്ക ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് നയപരമായ ചർച്ചകൾക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ഭരണകൂടം ചർച്ചയ്ക്കും സമാധാന കരാറിലെത്താനും തയ്യാറാണ്. എന്നാൽ അതിന് തയ്യാറല്ലാതെ യുദ്ധം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് IRGC ആണ്. IRGCയെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിനു മുൻപിൽ നാണം കെട്ടി നിൽക്കുകയാണ്. അവരുടെ 1 ഡസൻ നേതാക്കളെയാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് അടിച്ചില്ലാതാക്കി കൊന്നുകളഞ്ഞത്. മറ്റൊന്ന് അവരുടെ ഹീറോ, അവരുടെ നേതാവ്, അവർ ദൈവതുല്യമായി കാണുന്ന ആയത്തുള്ള അലി ഖമനേയിയെ ചിതറിച്ചാണ് അമേരിക്ക പകരം വീട്ടിയത്. ഇതിന്റെ ഒരു കലിപ്പ് IRGCയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ
ഇസ്രയേലിനും അമേരിക്കയ്ക്കും തക്കതായ മറുപടി കൊടുത്തിട്ടേ തങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാടിലാണ് IRGC നിൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെയും നെതന്യാഹുവിനെയും കൊല്ലണം, ഇതാണ് അവരുടെ ആവശ്യം. എന്നാൽ അത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമാണോ? കാരണം ട്രംപിനെയോ നെതന്യാഹുവിനെ തൊടാൻ ഇക്കണ്ട കാലം അത്രയും നോക്കിയിട്ടും ഇറാന് സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയവരെയെല്ലാം തീർത്ത ചരിത്രമാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉള്ളത്. അതിനിടയിൽ ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇറങ്ങിയ അമേരിക്കയെ മുട്ടുകുത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കടൽ യുദ്ധം ആളിക്കത്തിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്. IRGC അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ തുറമുഖങ്ങൾ ഒരു യുദ്ധ സജ്ജമാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ ആയുധങ്ങൾ എത്തിച്ചുകൊണ്ട്, കപ്പലുകൾ എത്തിച്ചുകൊണ്ട്, അന്തർവാഹിനികൾ എത്തിച്ചുകൊണ്ട്, പോർ വിമാനങ്ങൾ എത്തിച്ചുകൊണ്ട് അമേരിക്കയെ നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇസ്രയേൽ ഒരു വഴിക്കൂടെ ആക്രമണം നടത്തി വന്നാലും ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മധ്യപടിഞ്ഞാറൻ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മുഴുവൻ മിസൈലുകളും US പാട്രിയറ്റ് ബാറ്ററികളും ജോർദാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ചേർന്ന് വിജയകരമായി തടഞ്ഞതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മേഖലയിലെ അമേരിക്കൻ സേന ഉയർന്ന ജാഗ്രത തുടരുകയാണ്. അതേസമയം മിസൈലുകൾ പൂർണ്ണമായും തടഞ്ഞുവെന്ന് US വാദം തള്ളിയ ഇറാൻ മാധ്യമങ്ങൾ ആക്രമണത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഇസ്രയേൽ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ബാക്കി തീർത്തുകൊള്ളാം എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അമേരിക്ക മാറി നിൽക്കൂ എന്നുള്ള ആവശ്യവും ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഏകദേശം ഒരു സമാധാന കരാറിലേക്ക് എത്താൻ തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അമേരിക്കയ്ക്കുള്ളത്. ഡൊണാൾഡ് ട്രംപിന് നേരെ വലിയ വിമർശനങ്ങൾ സ്വന്തം രാജ്യത്ത് ഉയരുന്നുണ്ട്. കാരണം ഈ യുദ്ധം തുടങ്ങി നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ വലിയ ജനരോഷം ആളിക്കത്തുന്നുണ്ട്. ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയാൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു കുരുക്കിലിട്ട് ഇറാനെ പൂട്ടുക, ഇറാനെ കരാറിൽ ഒപ്പുവെപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്ക നീക്കം നടത്തുന്നത്. എന്നാൽ അതിന് തയ്യാറല്ലാതെ നിൽക്കുകയാണ് ഇസ്രയേൽ പറയുന്നത്, ഞങ്ങൾ അമേരിക്കയെയോ ഡൊണാൾഡ് ട്രംപിനെയോ കണ്ടുകൊണ്ടല്ല യുദ്ധത്തിന് ഇറങ്ങിയത്. ഞങ്ങളുടെ ആവശ്യം ഇറാനെ തച്ച് തകർക്കുക, ഇറാനെ പൂർണ്ണമായും അടിച്ചൊതുക്കുക എന്നുള്ളതാണെന്നും ഇറാന്റെ പ്രോക്സികൾ വീണ്ടും ഒരു ഭാഗത്ത് നിന്ന് തലപൊക്കി തുടങ്ങിയിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് ജോലി കൂടിയിരിക്കുകയാണെന്നും ഇവരെ മുച്ചൂടും തീർക്കാതെ യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിന്മാറില്ല എന്നുള്ള നിലപാടാണ് ഇസ്രയേൽ എടുത്തിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ കടുപ്പിച്ച നിലപാട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ഇസ്രയേൽ യുദ്ധവുമായി, അവരുടെ നിലയ്ക്ക് യുദ്ധവുമായി ഇറങ്ങിയാലും അമേരിക്കയ്ക്ക് അവരെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയിട്ടുണ്ട്. IRGC ആകട്ടെ അമേരിക്കയെയും ഇസ്രയേലിനെയും ചുട്ടുചാരമാക്കും എന്നുള്ള വെല്ലുവിളിയുമായി നിൽക്കുന്നു. പശ്ചിമേഷ്യ കത്തി അമരുന്ന സാഹചര്യമാണ് വീണ്ടും സംജാതമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.